ഹലോ നമസ്കാരം, എല്ലാവർക്കും ദേവ്സ് കുക്കിംഗ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ആരും കൊതിക്കുന്ന തേൻ മിഠായിയുടെ റെസിപ്പിയാണ്. ഇത് കഴിച്ചിട്ടുള്ളവർക്കറിയാം എത്രയാണ് ഇതിൻ്റെ സ്വാദെന്ന്. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി കഴിച്ചാൽ എങ്ങനെയിരിക്കും? എന്നാൽ ഈ വീഡിയോ നിങ്ങൾ തീർച്ചയായും കാണണം. കാണുന്നതിന് മുന്നേ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. തൊട്ടടുത്ത് കിടന്ന ബെല്ലൈക്കൻ കൂടെ പ്രസ് ചെയ്യുക. ബെല്ലൈക്കൻ പ്രസ് ചെയ്യുമ്പോൾ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടാലോ? ഇതിനു വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് ഇഡലി റൈസ് അല്ലെങ്കിൽ ഡൊപ്പി റൈസ്. ഇത് 250 ml കപ്പിൽ ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് കുതിർക്കാൻ വെച്ചിട്ട് എടുത്തതാണ്. അതുപോലെ തന്നെ നമുക്ക് ഒരു 1/4 കപ്പ് അളവിൽ ഉഴുന്നും വേണം. ഇത് രണ്ടും കൂടെ ഞാൻ 6 മണിക്കൂർ കുതിർത്തിട്ട് നന്നായിട്ട് ഡ്രെയിൻ ചെയ്ത് ഒരു മിക്സിയുടെ ജാറിലോട്ട് മാറ്റുകയാണ്. ചെറിയ ജാറാണ്, ഇത് നന്നായിട്ട് അരഞ്ഞു കിട്ടാൻ സൗകര്യം. നമ്മൾ ഉഴുന്നുവടയ്ക്കൊക്കെ എടുക്കും പോലെ കുറച്ച് വെള്ളത്തിൽ അരച്ചെടുക്കുക. ഒരു 1/4 കപ്പ് വെള്ളം എനിക്ക് വേണ്ടി വന്നു. അപ്പം ഞാൻ ചെറിയ ജാറിൽ തന്നെയാണ് എടുത്തത് കേട്ടോ, അല്ലാതെ ഇത് നന്നായിട്ട് അരഞ്ഞു വരാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അതിന് ആവശ്യമായിട്ട് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ വേണം കേട്ടോ. ബേക്കിംഗ് സോഡ ഇട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് എല്ലായിടത്തും ആവുന്ന രീതിയിൽ ഒന്ന് കമ്പൈൻ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് തേൻ മിഠായിയുടെ ഒരു കളർ കിട്ടാനായിട്ട് ഓറഞ്ച് അല്ലെങ്കിൽ റെഡ് ഫ്ലേവറിൽ ഏതെങ്കിലും ഒരു കളർ നമുക്ക് കൊടുക്കാം. അത് നിങ്ങൾക്ക് ഒരു 2 ചെറിയ ടീസ്പൂണിൽ നമുക്ക് ചേർക്കാം കേട്ടോ. അപ്പോൾ ഇത് ഇത്രയും കളർ ആവശ്യമുണ്ട്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന 2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. 2 കപ്പ് പഞ്ചസാര നമുക്കൊന്ന് പാനിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 3/4 കപ്പ് അളവിൽ വെള്ളം ചേർത്തിട്ടുണ്ട്. 1 കപ്പായാലും കുഴപ്പമില്ല. അപ്പോൾ തേൻ മിഠായി ആകുമ്പോൾ നമുക്ക് മധുരം നല്ല ആവശ്യമാണല്ലോ, അതാണ് ഞാൻ 2 കപ്പ് നിറയെ എടുത്തത്. അതിനൊരു കപ്പ് വെള്ളവും. അപ്പോൾ ഇത് ഒരുപാട് നേരം ഒന്നും നമുക്ക് അങ്ങനെ മെൽറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഒരു അരനൂൽ പരുവാകുമ്പോഴത്തേക്കും നമുക്ക് എടുക്കാം. എടുത്തിട്ട് ഞാനൊരു ടീസ്പൂൺ നാരങ്ങ നീരൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അത് കട്ടിയാവത്തില്ല കേട്ടോ, ഒരുപാട് കട്ടിയാകാതെ ഇരിക്കും. നമുക്കിതൊരു ചെറിയ ചൂട് വേണം കേട്ടോ. ആ തേൻ മിഠായി നല്ല ഇതായിട്ട് അതിന് ഉള്ളിലൊക്കെ ഇത് കിട്ടണമെങ്കിൽ ഒരു ചെറിയ ചൂട് വേണം. അതങ്ങനെ ഇരിക്കട്ടെ. ഞാനിനി കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഒരു പാനിലോട്ട്. ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തത്, അത് തന്നെ ആയിരിക്കും നല്ലത്. ഏതെങ്കിലും വെജിറ്റബിൾ ഓയിലും മതിയാവും. എന്നിട്ട് ഇത് മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന നമ്മുടെ ആ കൂട്ട് ചെറുതായിട്ട് നമുക്ക് കൈ കൊണ്ട് ഇങ്ങനെ നുള്ളി ഇട്ട് കൊടുക്കാം. ഒരു സ്പൂൺ എടുത്താലേ പ്രയാസമാവും. അപ്പോൾ ഇതുപോലെ ഇട്ട് കൊടുത്താലേ നമ്മൾ സോഡ പൗഡർ ഇട്ടേക്കുന്നത് കൊണ്ട് അതിനൊരു ചെറിയ വലിപ്പമൊക്കെ വരും. ഇതുപോലെ. എന്നിട്ടത് വറുത്ത് കോരിയിട്ട് ഒരുപാട് സമയം വേണ്ട കേട്ടോ. ഒരു 10 സെക്കൻഡ് കൊണ്ടൊക്കെ അത് മുരിഞ്ഞ് വരും. ഇടത്തരം ഫ്ലെയിമിൽ വേണം വെച്ച് കൊടുക്കാനായിട്ട്, ഒത്തിരി ഫ്ലെയിമൊന്നും കൂട്ടരുത്. എന്നിട്ട് നമുക്ക് ചൂടോടെ പഞ്ചസാര ലൈനിലേക്ക് ഇട്ട് കൊടുക്കാം. അതിന് ഞാൻ ചെറിയൊരു ഫ്ലെയിം വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ, എന്നാൽ മാത്രമേ അത് പിടിക്കുകയുള്ളൂ. അപ്പോൾ ഇതുപോലെ ഓരോന്നും നമുക്ക് ചെയ്തെടുക്കാം. കുറേ നേരം ഒരു 10 മിനിറ്റോളം എനിക്ക് ഫ്രൈ ചെയ്യേണ്ടി വന്നു, അത്രയ്ക്കുണ്ടത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് എല്ലായിടത്തും നന്നായിട്ട് സ്പ്രെഡ് ആവണം. ഒരു അരമണിക്കൂർ, കുറഞ്ഞത് ഒരു അരമണിക്കൂർ വെച്ചേക്കാം. ഓക്കെ. ഇനി നമുക്ക് വേണമെങ്കിൽ നമുക്ക് തേൻ മിഠായി കഴിക്കുമ്പോൾ നമുക്ക് പഞ്ചസാരയുടെ ഒരു തരി കിട്ടും ഇല്ലേ, അത് കണ്ടിട്ടുണ്ടാവുമല്ലോ. ഞാൻ അതിന് വേണ്ടിയിട്ട് ആ ഒരു ലുക്ക് വരാൻ കുറച്ച് പഞ്ചസാര പൊടിച്ചത് ഞാൻ മീതെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഇതുകൂടെ ആകുമ്പോൾ നല്ലൊരു മധുരം കിട്ടും കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് കൊതിയാവുന്നില്ലേ കണ്ടിട്ട്? അത്രയ്ക്ക് ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് തേൻ മിഠായി നിങ്ങൾ വാങ്ങുന്ന സാധനമായിരിക്കും, നല്ല വീട്ടിലുണ്ടാക്കി കഴിക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക സാറ്റിസ്ഫാക്ഷനാണ്. എന്തായാലും ഇത് കുട്ടികൾക്ക് ഇഷ്ടമാവും. നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ എത്രയോ കഴിച്ചതാണ് ഈ സാധനം ഇല്ലേ. അപ്പോൾ അത് വീട്ടിൽ തന്നെ തയ്യാറാക്കി നോക്കുമ്പോഴുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ പറഞ്ഞറിയിക്കാൻ വയ്യ. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ കമൻസൊക്കെ കമൻറ്റ് ബോക്സിലിടാൻ മറക്കരുത്. അപ്പോൾ ഞാൻ അതിനെ ഒന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം. അതിൻ്റെ ഉള്ളിൽ ആ ഒരു ഷുഗർ ഇങ്ങനെ കോട്ട് ചെയ്തിരിക്കുന്നതും അത് കാണുമ്പോൾ തന്നെ കൊതി വരും. കണ്ടില്ലേ, ആ പഞ്ചസാര നിറഞ്ഞിരിപ്പുണ്ട്. അപ്പോൾ ഇതുപോലെ രുചികരമായ എപ്പിസോഡിന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നല്ലൊരു എപ്പിസോഡുമായി കാണാം. സ്റ്റേ സേഫ് ആൻഡ് ഗുഡ് ബൈ.